സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളിലും കുടുംബങ്ങളിലും യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ഒന്നിനുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലിൻസൻ്റെ കുടുംബത്തിലൊരു അനുഭവം അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞിന് 10.5 മാസം പ്രായമുണ്ട്. 4-ാം മാസം മുതൽ അല്പാൽപമായി ഭക്ഷണവും മറ്റ് ചോറും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കുമായിരുന്നു. അവൻ സന്തോഷത്തോടെ കഴിക്കുമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അവൻ അമ്മയുടെ പാലല്ലാതെ മറ്റൊന്നും കഴിക്കാതെയായി. 3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. എന്നാൽ അവർ തന്ന മരുന്നുകൾ കഴിച്ചിട്ടും കുറവുണ്ടായില്ല. കുട്ടി ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ച് കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 2007 ഫെബ്രുവരി മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ഷാലോം ചാനലിലൂടെയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാം എന്ന ടെലിവിഷൻ പ്രോഗ്രാം ദർശിച്ചത്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ആ പ്രോഗ്രാമിനോട് ചേർന്ന് ഞങ്ങളും കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് തൊട്ട് കുഞ്ഞിന് വിശപ്പും ദാഹവും തിരിച്ചു കിട്ടി. ആഹാരത്തോടുള്ള മടുപ്പും മാറിക്കിട്ടി. ഇപ്പോൾ അവൻ നന്നായി ആഹാരം കഴിച്ച് മിടുക്കനായി വളർന്നുകൊണ്ടിരിക്കുന്നു. കാട്ടാക്കടയിൽ നിന്ന് ലിൻസനും കുടുംബവും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒത്തിരി കാലമായി, പ്രത്യേകിച്ച് കുറച്ച് മാസങ്ങളായി ഭക്ഷണം കഴിക്കാതെയും ഭക്ഷണത്തോടും പാനീയങ്ങളോടും മടുപ്പും താല്പര്യമില്ലാതെ ഇരുന്നിരുന്ന കുഞ്ഞിന് അവർ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമാണ് അഭിഷേകാഗ്നി. ആ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർ ഹൃദയപൂർവ്വം കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് തന്നെ ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ ടെലിവിഷൻ പ്രോഗ്രാമും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആത്മീയ ബന്ധനങ്ങൾ അഴിയും. ഈ ശുശ്രൂഷ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ പൈശാചിക പീഡകൾ വിട്ടുപോകും. ഈ ശുശ്രൂഷ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മനോവിഷമങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭവനങ്ങളിലും വ്യക്തികളിലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കും. ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ നാമം വിളിച്ച് കരയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ. കർത്താവെ, അവിടുന്ന് സ്പർശിക്കണമേ. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. മനോപീഡകളോടിരിക്കുന്നവരുടെ മേൽ അവിടുത്തെ കരുണ കടാക്ഷം ഉണ്ടാകണമേ. കർത്താവെ, ഇന്ന് വരെ ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത കഠിന രോഗങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള തെറ്റായ ധാരണകളും വിപരീത ചിന്തകളും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ നിമിത്തം മനസ്സ് കലങ്ങിക്കിടക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ അഭിഷേകം പടരട്ടെ. കർത്താവെ, അഭിഷേക ശക്തിയാൽ അന്ധകാരത്തിൻ്റെ ദുരുപദേശങ്ങൾ നിർവീര്യമായി പോകട്ടെ. എല്ലാ ഹൃദയങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അത്ഭുത ശക്തി, അങ്ങയുടെ സ്പർശനത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭ കാലഘട്ടം ഒരു ദൈവ പൈതൽ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ കരിങ്കല്ലിരിക്കുന്നത് പോലെ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീണ്ട 56 വർഷങ്ങളായി തകർന്നൊരു ജീവിതമാണ്. 56 വർഷത്തോളമായി കഞ്ചാവ്, മയക്കുമരുന്ന്,
പലതരം ലഹരി വസ്തുക്കൾ, മദ്യപാനം, ചീത്തതരത്തിലുള്ള ജഡിക പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അവിഹിത വീഴ്ചകൾ, ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകളിൽ പൂണ്ട് 56 വർഷം തകർന്ന ഒരു ജീവിതം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾക്ക് എന്നോട് താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം വിട്ടുപോയി. ഇന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് പോലും എന്നെ കണ്ണിന് കണ്ടുകൂടാ. അതുപോലെ അദ്ദേഹം തകർന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല. അദ്ദേഹം മൂക്കറ്റം മദ്യപിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു പുഴയുടെ പാലത്തെ പോയിരുന്നു. ആ പാലത്തിൽ നിന്ന് മറിഞ്ഞു വീണ് മരിക്കണം. എന്നാൽ ആളുകൾ കണ്ട് അദ്ദേഹത്തെ പിടിച്ച് അവിടുന്ന് ധ്യാനകേന്ദ്രത്തിലെത്തിച്ച് അദ്ദേഹം ധ്യാനത്തിനിരിക്കുകയാണ്. പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. തകർന്ന ജീവിതം, തകർന്ന മനസ്സ്, കല്ലുപോലുള്ള ഹൃദയം. കുമ്പസാരവും കൂദാശകളും ഉപേക്ഷിച്ചിട്ട് നീണ്ട 10-28 വർഷങ്ങൾ കഴിഞ്ഞു. 56ഓളം വർഷമായി തകർന്ന കുടുംബവും ജീവിതവും. 28 വർഷം കഴിഞ്ഞ് കൂദാശ ജീവിതം ഉപേക്ഷിച്ചിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ആദ്യത്തെ 3 ദിവസം ഇരുന്നിട്ടും ഒരനുഭവമില്ല. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കരയുമ്പോൾ അയാൾ കരിങ്കല്ല് പോലുള്ള ഹൃദയവുമായിട്ടിരിക്കും. എല്ലാവരും അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ ആൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തകർന്ന മനുഷ്യൻ. ആ വ്യക്തിയുടെ ആ തകർച്ച കണ്ടപ്പോൾ വലിയ അലിവുണ്ടായി. ആ വ്യക്തിയോട് പറഞ്ഞു, യേശു ക്രിസ്തു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അതിൽ 6-ാം അധ്യായം അതിൽ 37-ാമത്തെ തിരുലിഖിതം, തൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരുവനെയും അവിടുന്ന് തള്ളിക്കളയുകയില്ല. ആ വ്യക്തിക്ക് ആ വചനം കേട്ടപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പർശനം അനുഭവപ്പെട്ടു. ആ വ്യക്തി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ആ വ്യക്തിയോട് പറഞ്ഞു, ആ ക്രൂശിതനായ യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. ശിരസ് മുതൽ പാദം വരെ തകർന്നു കിടക്കുന്ന യേശുവിനെ കാണുക. കുത്തിപ്പിളർക്കപ്പെട്ട തിരുവിലാവ്, കാരിരുമ്പാണികളാൽ തകർക്കപ്പെട്ട കൈകാലുകൾ, ശിരസ് മുതൽ പാദം വരെ ചാട്ടവാറുകൾ കൊണ്ട് അടിക്കപ്പെട്ട് ഒരു ഉഴവ് ചാല് പോയാൽ തീർന്ന യേശുവിൻ്റെ ശരീരം. യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക. യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. ആ കുരിശിന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ആ ദിവസത്തിലെ ഉച്ചയ്ക്ക് എല്ലാവരും ഊണിന് പോയപ്പോൾ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും 4 മണിക്ക് ചായയ്ക്ക് പോയപ്പോൾ ആ മനുഷ്യൻ, എല്ലാവരും ഹോൾ വിട്ട് പുറത്തു പോകുമ്പോൾ ആ മനുഷ്യൻ ക്രൂശിത രൂപത്തിന് മുമ്പിലേക്ക് ചെല്ലും. ആ ക്രൂശിത രൂപത്തെ നോക്കി പൊട്ടിക്കരയാൻ തുടങ്ങും. ആ ദിവസം രാത്രി ആരാധന നടക്കുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുകയാണ്. ആ മനുഷ്യൻ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കുമ്പോൾ ക്രൂശിൽ കടന്ന് പിടയുന്ന, ചോരയിൽ കുതിർന്ന് പിടയുന്ന യേശുവിനെയാണ് ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുന്നത്. അദ്ദേഹം ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസവും ഞാൻ ഈ കാഴ്ച കണ്ട്. ഇടവേള സമയത്ത് ആളുകൾ പോകുമ്പോൾ ഇദ്ദേഹം ക്രൂശിത രൂപത്തിൻ്റെ അടുത്തേക്ക് വരും. തലേദിവസത്തെ പോലെയല്ല, പിറ്റേ ദിവസം കണ്ടപ്പോൾ എല്ലാ രംഗങ്ങളും മാറിയിട്ടുണ്ട്. അദ്ദേഹം ആ കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് വ്യാഴാഴ്ചയായപ്പോഴേക്കും അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ചിന്തിച്ച്, ദൈവമേ, ഞായറാഴ്ച ദിവസം കല്ലുപോലെ ഇരുന്ന മനുഷ്യൻ, തിങ്കളാഴ്ച ദിവസം കല്ലുപോലെ ഇരുന്ന മനുഷ്യൻ, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കല്ലുപോലെ ഇരുന്ന മനുഷ്യൻ, ഇതാ വ്യാഴാഴ്ച ദിവസം ക്രൂശിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ എല്ലാ അർത്ഥമെന്ത് എന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം വെളിപ്പെടുത്തി തന്നു. സക്കറിയ 12:10. അന്ന് ഞാൻ ജെറൂസലേം നിവാസികളുടെ മേലും ദാവീദ് ഭവനത്തിൻ്റെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ അവർ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്നപോലെ കരയും, ആദിജാതനെ പ്രതി എന്നപോലെ വിലപിക്കും. മെഗീദോ സമുദ്രത്തിലെ വിലാപം പോലെയായിരിക്കും അത്. എപ്പോഴാണിത് സംഭവിച്ചത്? അന്ന് ഞാൻ ജെറൂസലേമിൻ്റെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ദൈവം കൃപയുടെ ചൈതന്യം പകർന്നു കൊടുത്തപ്പോൾ, ദൈവം പ്രാർത്ഥനയുടെ ആത്മാവിനെ പകർന്നു കൊടുത്തപ്പോൾ ഏകജാതനെ പ്രതി എന്ന പോലെ യേശുവിനെ നോക്കി പൊട്ടിക്കരയാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചു. ഇത് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ അതിൽ 14-ാമത്തെ തിരുലിഖിതം
യേശു ക്രിസ്തുവിൻ്റെ കൃപ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കരകവിഞ്ഞൊഴുകി. ദൈവകൃപ, യേശു ക്രിസ്തുവിൻ്റെ കൃപ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം പൗലോസ് അപ്പോസ്തലനിലേക്ക് കരകവിഞ്ഞൊഴുകിയപ്പോൾ യേശുവിനെ നോക്കിയിട്ട് എൻ്റെ യേശു പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നതെന്നും പാപികളിൽ ഒന്നാമനായ എനിക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള തിരിച്ചറിവ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയാണ് ഒരു വ്യക്തിയെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഹൃദ്യമാക്കി മാറ്റുന്നത്. ഒരു വ്യക്തിക്ക് കുമ്പസാരം ഹൃദ്യമാക്കി മാറ്റുന്നത്, ഒരു വ്യക്തിക്ക് യേശുവിനെക്കുറിച്ചുള്ള വചനങ്ങൾ ഹൃദ്യമാക്കി മാറ്റുന്നത്, ഒരു വ്യക്തിക്ക് പ്രാർത്ഥന ഹൃദ്യമാക്കി മാറ്റുന്നത്, ഒരു വ്യക്തിക്ക് വിശ്വാസ മേഖലകളെല്ലാം ഹൃദ്യമാക്കി മാറ്റുന്നത് ദൈവകൃപയാണ്. ഈ ദൈവകൃപ നമ്മളിലേക്ക് പ്രവഹിക്കുന്നതാകട്ടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട്, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അറിഞ്ഞ്, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ആരാധിച്ച് യേശുവിനെ ഏറ്റു പറയുന്നതോടുകൂടെ നമ്മുടെ മേൽ ദൈവകൃപ പ്രവഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം, അദ്ദേഹം ആദ്യം ഒരുപാട് ബുദ്ധിമാനും ഒരുപാട് ജ്ഞാനിയും ഒരുപാട് മികവുറ്റവനും ഒരുപാട് സ്വീകാര്യനുമായിരുന്നു. ആ നാട്ടിലുള്ള മറ്റ് അനേകരിൽ വെച്ച് വളരെ മികവ് പുലർത്തിയൊരു വ്യക്തിയായിരുന്നു സാവൂൾ. എന്നാൽ അന്നൊന്നും ഇതുപോലെ പ്രാർത്ഥിക്കാനോ ഇതുപോലെ പൊട്ടിക്കരയാനോ ഇതുപോലെ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം പുണ്യം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരുപാട് മികവ് പുലർത്തിയിരുന്നു, സ്വഭാവത്തിൽ മാന്യതയുള്ളവനായിരുന്നു, കുലീനനായിരുന്നു, പാരമ്പര്യമുള്ളവനായിരുന്നു. പക്ഷേ പിതാവിൻ്റെ ടച്ച്, പിതാവിൻ്റെ സ്പർശനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, യേശു ക്രിസ്തുവിനെ കേട്ടു, യേശുവിനെ ഏറ്റുപറഞ്ഞു, യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മേൽ ദൈവകൃപയുടെ പ്രവാഹം ഉണ്ടായി. അദ്ദേഹം തന്നെ അതിനെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്നിലേക്ക് കരകവിഞ്ഞൊഴുകി. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 14-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലനിലേക്ക് അതാണ് അദ്ദേഹത്തെ വ്യത്യാസപ്പെടുത്തിയത്. ഹല്ലേലൂയ. ആ കൃപയുടെ ശക്തി കൊണ്ടാണ് അദ്ദേഹം ഒരു ആയുഷ്കാലം മുഴുവനും, ഒരു യുഗം മുഴുവനും യേശുവിൻ്റെ നാമത്തിൽ ഓടി നടന്നത്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റിരുന്നത്, യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പ്രഖ്യാപിച്ചത്, യേശുവിൻ്റെ നാമത്തിൽ സകല കാര്യങ്ങളും നിർവഹിച്ചത് ഈ കൃപയുടെ അപരിമേയമായ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയാണ് ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിലുള്ള സകല കാര്യങ്ങളിലേക്കും അഭിഷേകം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി നന്മയുള്ളൊരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. പാരീസ് സർവകലാശാലയിലെ ഉന്നതനായ ഒരു പ്രൊഫസറായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തിന് ജ്ഞാനവും ബുദ്ധിയും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പല കഴിവുകളും മികവും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പൂർണ്ണതയുടെ അനുഭവം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടും, ജീവിതത്തിൽ ഇത്ര നന്മയുണ്ടായിട്ടും, സമ്പത്ത്, സ്ഥാനമാനം, പാരമ്പര്യം, മഹത്വം എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത്, യേശു ക്രിസ്തുവിനെ അദ്ദേഹം ഏറ്റുപറയുന്നത്, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് മേൽ യേശു ക്രിസ്തുവിൻ്റെ കൃപ വ്യാപിച്ചു. യേശുവിൻ്റെ കൃപ വ്യാപിച്ചപ്പോൾ അദ്ദേഹം പാപങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി, യേശു ക്രിസ്തുവിൻ്റെ ദാസനായി മാറി, അദ്ദേഹം കൃപയുടെ മനുഷ്യനായി മാറി. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു. ജോലി അദ്ദേഹം വലിച്ചെറിഞ്ഞു, സുഖലോലുപ അദ്ദേഹം വലിച്ചെറിഞ്ഞു, പാപകരമായ എല്ലാ അന്തരീക്ഷം അദ്ദേഹം വലിച്ചെറിഞ്ഞു, കുടുംബത്തിലെ സ്വന്തം ബന്ധങ്ങൾ അദ്ദേഹം വലിച്ചെറിഞ്ഞു, കൂട്ടുകാരെയും നാട്ടുകാരെയും വലിച്ചെറിഞ്ഞു. അദ്ദേഹം യേശു ക്രിസ്തുവിനെ പ്രതി സകലതും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി, സകലതും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. ഹല്ലേലൂയ. അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് യേശു ക്രിസ്തുവിൽ വിശ്വാസത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മേൽ കരകവിഞ്ഞൊഴുകിയ കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ സകല ആത്മീയ കാര്യങ്ങളെയും അതിലംഘിക്കുന്ന തരം അഭിഷേകം നിങ്ങളുടെ മേൽ നിറയാൻ യേശു ക്രിസ്തുവിൻ്റെ കൃപ കരകവിഞ്ഞൊഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുക, യേശുവിൻ്റെ കുരിശുമരണത്തെ ഏറ്റുപറയുക, യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ഏറ്റുപറയുക, യേശുവിനെ ഏറ്റുപറയുക. യേശുവിനെ ഏറ്റുപറയുന്നതോടുകൂടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപിക്കും. ഈ കൃപ നമ്മൾ അനുതാപത്തിലേക്ക്, ഏറ്റുപറച്ചിലേക്കും, കുമ്പസാരത്തിലേക്കും, സഭയിലേക്കും, സഭാ കൂദാശകളിലേക്കും നയിക്കും.
ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഇപ്പോൾ സ്വർഗത്തിൽ നിന്നും അത്യുന്നതമായ കൃപാവര ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഓ ഈ മക്കളുടെ മേൽ കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ, വിശ്വസിക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തക്കവണ്ണം എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തുന്ന ദൈവകൃപയുടെ അഭിഷേകം ഇപ്പോൾ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും പ്രഭാതമാകട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഈ അൾത്താരയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഉന്നതമായ കൃപ കൊണ്ടും ശക്തി കൊണ്ടും നിറയ്ക്കുവാൻ ഇതാ സന്നിഹിതനായിരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ വസിക്കുന്നവനായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഉന്നതമായ ദാനങ്ങളും കൃപകളും വരങ്ങളും വർഷിക്കുന്നതിന് വേണ്ടി ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിരിക്കുന്ന സമയത്ത് രണ്ട് കരങ്ങൾ അവിടുത്തെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്തെല്ലാം മേഖലകളിലാണോ, ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ ബലഹീനതയും തകർച്ച അനുഭവിക്കുന്നത്, ആ മേഖലകളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ വിടുതലുണ്ട്. കർത്താവെ, അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിമിഷം അവിടുന്ന് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ. ആ മാറാ രോഗങ്ങൾ യേശു അങ്ങയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. തീരാവ്യാധികൾ അങ്ങയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിധവകളെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥിനികളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, കുഞ്ഞുങ്ങൾക്കുള്ള ഓർമ്മശക്തി കുറവ്, പഠിക്കാനുള്ള തടസ്സങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലിരിക്കാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ദുർഗുണങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ തകർന്നു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, ഈ നിമിഷങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേശാന്തരങ്ങളിൽ കിടക്കുന്ന ഓരോ കുടുംബങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡക ശക്തികൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കൃഷിനാശങ്ങൾ, തൊഴിൽ പരാജയങ്ങൾ, ബിസിനസ് മേഖല അധപതനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിയിടങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൊഴിൽശാലകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കാരുണ്യവാനായ കർത്താവെ, പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലും വിശുദ്ധ കൂദാശകളിലൊക്കെ മടുപ്പ് തോന്നുന്ന മക്കളിൽ നിന്ന് ആത്മീയ മന്ദത, മരവിപ്പ്, തുറവിയില്ലായ്മ ഇവ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മകനെയോ മകളെയോ ആത്മഹത്യ ചിന്തയോ മരിക്കണം ചിന്തയോ അടക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ദുർപീഡകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഒന്നിലും താല്പര്യമില്ലാതെ ജീവിതം മടുത്ത് ജീവിതത്തോട് ഒരു വലിയ മടുപ്പ് അനുഭവപ്പെടുന്നവരിൽ നിന്ന് ജീവിത മടുപ്പ്, ജീവിത നൈരാശ്യം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉത്സാഹത്തോടെ അധ്വാനിക്കാൻ, ഇന്ന് ഉത്സാഹത്തോടെ കർത്താവിൻ്റെ സന്നിധി വ്യാപരിക്കാൻ ഓരോരുത്തർക്കും അത്ഭുത കൃപ ലഭിക്കട്ടെ. ഉണർവ് ലഭിക്കട്ടെ. തീഷ്ണത നഷ്ടപ്പെടുന്ന തീഷ്ണത ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദേശാന്തരങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ നിരീശ്വര ചിന്തകളും ദൈവനിഷേധങ്ങളും വിട്ടുപോകട്ടെ. മർക്കടമുഷി സ്വഭാവം വിട്ടുപോകട്ടെ. കഠിന പാപത്തിൻ്റെ ബന്ധനങ്ങൾ തകരട്ടെ. മദ്യപാനത്തിൻ്റെ കുടുക്കിൽ കിടക്കുന്നവർക്ക് മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് ഏലി പി സി. ഞാൻ ചുണ്ടയിൽ നിന്ന് വരുന്നു. എനിക്ക് 18 വർഷമായി തലയ്ക്കകത്ത് കുറേ ഭാഗം വട്ടത്തിൽ വേദനയുണ്ടായിരുന്നു. ആ തലയുടെ ഉള്ളിൽ അത് ഇളകുന്നത് പോലെ തോന്നും. 2 മാസമായിട്ട് അത് വളരെ കൂടുതലായിരുന്നു. തലവേദന വന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂറെങ്കിലും പോയി കിടന്നാൽ മാത്രമേ പിന്നെ എനിക്ക് എണീറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാനിവിടെ വരുമ്പോൾ മരുന്ന് വാങ്ങി കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും എനിക്ക് അത് മാറിയിട്ടില്ലായിരുന്നു. വലത് ചെവിക്കുള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഇടത്തെ കൈ ഒരം മുതൽ ഈ വിരൽ വരെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും കസേരയിലിരുന്ന് കേൾക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സെമിനാറിനോ ഒക്കെ പങ്കെടുത്തിട്ട് എന്തെങ്കിലും എഴുതിയെടുക്കാനോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വലത് കൈക്ക് ഒരം മുതൽ വിരലിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുമായിരുന്നു.
ഇതൊരു 35 വർഷമായി തുടങ്ങിയിട്ട് തലവേദന 18 വർഷത്തോളമായി. അപ്പോൾ ഈ കൈയുടെ വേദന ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് എൻ്റെ വലത് ഓരത്തിൻ്റെ പുറകു ഭാഗത്ത് ഭയങ്കര ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ തീരെ വേദനയില്ലായിരുന്നു. തലവേദന പോയത് എനിക്ക് ശരിക്കും അനുഭവമായി. അപ്പോൾ എനിക്ക് വീണ്ടും കൈക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ വേദന വന്നു ഇന്നലെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കൊരു അവസരം കിട്ടിയാൽ ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോഴെൻ്റെ വേദന പോയി. ഇപ്പോൾ എൻ്റെ ഈ കൈക്ക് ഇരിക്കുമ്പോൾ വേദനയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കൈക്ക്, ഇടത്തെ കൈക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. 35 വർഷമായുള്ള രോഗപീഠയാണ് അത്ഭുതകരമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപ്പോൾ യേശുക്രിസ്തു എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചത്. ഇപ്പോൾ പരിപൂർണ സൗഖ്യം ഈ സഹോദരി അനുഭവിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. എൻ്റെ ഇരുട്ടിന്ന് വരുന്നതാണ്, കിളിയന്തറയാണ്. എൻ്റെ പേര് അന്നമ്മ. കഴിഞ്ഞ കൊല്ലം കൈ ഇങ്ങനെ കുത്തി വീണിട്ട് ആശുപത്രിയിലെല്ലാം പോയതായിരുന്നിട്ട് കൈ ഇങ്ങനെ മടങ്ങിയല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് കൈയെല്ലാം ഇങ്ങനെ മടക്കാൻ പറ്റിയത് എനിക്ക്. കൈയൊന്ന് മടക്കി കാണിച്ചേ, കൈയൊന്ന് മടക്കി കാണിച്ചേ. ശരിക്കും ഇങ്ങനെ കാണിക്കേ. നേരത്തെ എങ്ങനെ മടക്കാൻ പറ്റുമായിരുന്നോ? ഇങ്ങനെയാകുള്ളൂ. ഇപ്പോഴോ? ഇങ്ങനെ മടങ്ങായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എത്ര നാളായി ഇതിങ്ങനെ ആയിട്ട്? 1 കൊല്ലമായി. 1 വർഷമായിട്ട് കൈ ഇങ്ങനെ മടക്കാൻ പറ്റാതിരുന്ന ഈ സഹോദരിയുടെ കൈ ഇപ്പോൾ ശരിയായ വിധത്തിൽ മടക്കാൻ തക്കവിധം കർത്താവ് ആ കൈവിരലുകൾ മടക്കി ചുരുട്ടി പിടിക്കാൻ തക്കവിധം കൈവിരലുകളെ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.